വിശദമായ വാർത്തകൾ പരിശോധിക്കാം. കോൺഗ്രസ് വിജയം നേടിയ കർണാടകയിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവം. സിദ്ധരാമയ്യയെ അനുകൂലിക്കുന്ന എംഎൽഎമാർ യോഗം ചേർന്നു. ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇരു നേതാക്കളുടെയും വസതിക്ക് മുൻപിൽ അടുത്ത മുഖ്യമന്ത്രി എന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വൈകിട്ട് ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സുശീൽ കുമാർ ഷിൻഡെ ഉൾപ്പെടെ 3 പേരെ നിരീക്ഷകരായി AICC നിയോഗിച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യയുമായി ഭിന്നതയുണ്ടെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതായും എന്നാൽ ഒരു ഭിന്നതയുമില്ലെന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി മനു ഭരത ചേരുന്നുണ്ട്. മനു, എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരായിരിക്കും ഇനി കർണാടകയുടെ ജനനായകൻ എന്ന ചോദ്യത്തിലേക്കാണ്. രാഷ്ട്രീയ ചാണക്യൻ സിദ്ധരാമയ്യയാണോ അല്ലെങ്കിൽ കിങ് മേക്കർ ഡി.കെ. ശിവകുമാറാണോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്തായാലും ഈ വിജയത്തിളക്കത്തിന് മങ്ങലേൽക്കാതെ തന്നെ വേണം ഈ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കണ്ടെത്താൻ, അല്ലേ? ഇതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ നിയമസഭാ സാമാജികരുടെ യോഗം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഹോട്ടലിന് സമീപത്താണ് നടക്കുന്നത്. ഇവിടെ ഈ ഷാങ്ഗ്രില ഹോട്ടലിൽ ആണ് എല്ലാ MLA-മാരോടും എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ആയിരിക്കും ഇത് സംബന്ധിച്ച് യോഗം ചേരുക. പിന്നീട് ഈ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ് ചെയ്യുക. 3 പേരെ ഒബ്സർവർമാരായി കോൺഗ്രസ് അധ്യക്ഷൻ നിയമിച്ചിട്ടുണ്ട്. അത് സുശീൽ കുമാർ ഷിൻഡെ, ജിതേന്ദ്ര സിംഗ്, അതുപോലെ ദീപക് ബാബരിയ തുടങ്ങിയ എന്നീ 3 നേതാക്കളെയാണ് ഇവിടെ ഒബ്സർവർമാരായി നിയോഗിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനമായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കമാൻഡ് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം എടുക്കുക. ഏതായാലും ആത്യന്തികമായി സിദ്ധരാമയ്യ തന്നെ കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ അതേസമയം വക്കലിംഗ സമുദായം ഇപ്പോൾ ഒരു ശക്തമായ നീക്കം നടത്തുന്നുണ്ട്. അവിടെ സമുദായത്തിന് പ്രാതിനിധ്യമുള്ള ഈ ആദി ചുഞ്ചുൻഗുരി മട്ടിൽ ആണ് ഇപ്പോൾ വക്കലിംഗ സമുദായത്തിൻ്റെ സന്യാസി സമൂഹം ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നിരിക്കുന്നത്. സാമുദായിക നേതാക്കൾ ആവശ്യപ്പെടുന്നൊരു പ്രധാന കാര്യം ഡി.കെ. ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നതാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു പരസ്യ പ്രസ്താവനയ്ക്ക് ഡി.കെ. ശിവകുമാർ തയ്യാറായിട്ടില്ല എന്നതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം. ഇന്ന് ഇത് സംബന്ധിച്ചൊരു ധാരണ അന്തിമമായി ഈ യോഗത്തിലുണ്ടാകും. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ MLA-മാർ ഒരു ഒറ്റവരി പ്രമേയം, ഇന്നയാളെ അവർ തിരഞ്ഞെടുക്കുന്ന ആളെ മുഖ്യമന്ത്രിയാക്കാൻ അല്ലെങ്കിൽ നേതാവായി അംഗീകരിക്കുന്ന രീതിയിൽ ഒരു ഒറ്റവരി പ്രമേയം പാസ്സാക്കും എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും അതോടുകൂടി ഈ വളരെ നാടകീയമായ സംഭവങ്ങൾ ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന കർണാടകയിൽ കാര്യങ്ങൾക്ക് ശുഭപര്യാപ്തിയാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ 5:30 ഇവിടെ നടക്കുന്ന ഈ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം. മനു, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തന്റെ അവസാന തിരഞ്ഞെടുപ്പാണെന്ന് പ്രഖ്യാപിച്ച സിദ്ധരാമയ്യ തന്നെ കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും എന്നതിലേക്ക് തന്നെ ആയിരിക്കും അല്ലെ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം പോവുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ഡി.കെ. ശിവകുമാർ ഒന്നുകിൽ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല, അല്ലേ? അല്ല, അദ്ദേഹത്തിന് എന്തായാലും വളരെ നിർണായകമായ ഒരു പദവി ഈ യോഗത്തിലുണ്ടാകുന്നത്. MLA-മാർ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം നിർണായകമായ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇത് സ്വാഭാവികമായും നാളെ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. ഒരു പിറന്നാൾ സമ്മാനമായി അദ്ദേഹത്തിന് കോൺഗ്രസ് എന്ത് നൽകും എന്നതാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിവകുമാറിൻ്റെ വീടിനും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പോസ്റ്ററുകൾ, അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പോസ്റ്ററുകൾ അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അത് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം പ്രവർത്തകർക്കിടയിലുണ്ട് എന്നതിൻ്റെ സൂചന നൽകുന്നു. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഒരു രമ്യമായി ഈ വിഷയം പരിഹരിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ്. ഏതായാലും MLA-മാർ ഇപ്പോൾ എത്തിത്തുടങ്ങുന്നു. ഓരോ മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ആണ് ഇപ്പോൾ ഈ ഷാങ്ഗ്രില ഹോട്ടലിൽ എത്തുന്നത്. ഷാങ്ഗ്രില ഹോട്ടലിൽ ആയിരിക്കും ഈ യോഗം ചേരുക. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. അതുപോലെ തന്നെ ACC ജനറൽ സെക്രട്ടറിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KC വേണുഗോപാൽ പ്രധാനമായും ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യം
സാന്നിധ്യത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ആ തീരുമാനം ആയിരിക്കും പിന്നീട് ഹൈക്കമാൻഡിനെ അറിയിക്കുക. മല്ലികാർജ്ജുൻ ഖാർഗെ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അവിടെയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം, കോൺഗ്രസ് MLA-മാരുടെ മനസ്സറിഞ്ഞതിന് ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. അപ്പോൾ അതിന് ആവശ്യമായ കാര്യങ്ങൾ, ആവശ്യമായ നിർദ്ദേശങ്ങൾ ആ സമയത്ത് നൽകും. ഏതായാലും MLA-മാരുടെ അഭിപ്രായം അറിയിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക. അതേസമയം ഇന്ന് ഈ യോഗത്തിന് മുന്നേ കോൺഗ്രസിൻ്റെ MLA-മാർ ഇന്ന് യോഗം ചേർന്നിരുന്നു. സിദ്ധരാമയ്യയെ പിന്തുണയ്ക്കുന്ന KJ ജോർജ്, അതുപോലെ ദിനേശ് ഗുണ്ടറാവു, ഭൈരതി സുരേഷ്, MP പാട്ടീൽ തുടങ്ങിയ ആളുകൾ ഇന്ന് B സുരേഷിൻ്റെ വസതിയിൽ ഒത്തുചേർന്ന് അവിടെ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് അവർ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യക്കാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ MLA-മാർ എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ MLA-മാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമായിരിക്കില്ലേ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. ആ പ്രഖ്യാപനം അതെന്തായാലും, അതായത് കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയായാലും ഉപമുഖ്യമന്ത്രി കസേരയായാലും അത് DK ശിവകുമാറിനെ സംബന്ധിച്ചൊരു പിറന്നാൾ സമ്മാനം കൂടിയായിരിക്കും അല്ലേ? അല്ല, ഇതിൽ പ്രധാനമായും വരേണ്ടത് ഈ ഒരു MLA-മാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് അവരുടെ പാർലമെൻറ്റ്, അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാർട്ടി ചേർന്നിട്ടാണ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന നേതാവാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയാകുക. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡ് കൂടി ഉള്ളതിനാൽ ഈ വിഷയം തിരഞ്ഞെടുത്തതിന് ശേഷം അത് ഹൈക്കമാൻഡിനെ കൂടെ ധരിപ്പിക്കുകയും പിന്നീട് ഹൈക്കമാൻഡിൻ്റെ കൂടി അനുമതത്തോടു കൂടി ഉള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുകയുമാണ് സ്വാഭാവികമായും ഉണ്ടാകേണ്ട രീതി. ആ രീതിക്ക് അനുസൃതമായി ഇന്ന് ഇവിടെ MLA-മാർ ചേരുന്നു. അത് ഈ കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം തിരഞ്ഞെടുക്കുന്ന നേതാവിനെ സ്വാഭാവികമായും ഹൈക്കമാൻഡിന് അംഗീകരിക്കേണ്ടി വരും. അതിൽ കാര്യമായൊരു അഭിപ്രായ വ്യത്യാസം ഹൈക്കമാൻഡിന് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിൽ നിർണായകമാകുന്നത് എത്ര MLA-മാർ ആരെയൊക്കെ പിന്താങ്ങുന്നു എന്നതിനെ സംബന്ധിച്ചാണ് പ്രധാനമായ ഒരു കാര്യം വരുന്നത്. ഈ MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ മാത്രം പിന്നീട് ഹൈക്കമാൻഡ് പിന്നീടും MLA-മാരെ തന്നെ സമീപിക്കേണ്ടി വരും. ഏതായാലും അതിനൊക്കെ ആ സാഹചര്യങ്ങളിലേക്കൊന്നും നീങ്ങില്ല എന്നാണ് വ്യക്തമാകുന്നത്. MLA-മാർ എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തിനൊപ്പം തന്നെ ഹൈക്കമാൻഡ് നിൽക്കും എന്നാണ് വ്യക്തമാകുന്നത്. സിദ്ധരാമയ്യ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ തനിക്കിതൊരു ഒരു അവസാനത്തെ അവസരമാണ് എന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അങ്ങനെ തന്നെ അദ്ദേഹം ഈ തൻ്റെ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. കാരണം ഇനി ഒരു അവസരം തനിക്കില്ല എന്നത് സിദ്ധരാമയ്യയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കുന്നു. അതേസമയം DK ശിവകുമാർ അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ പിറന്നാളാണ്, 61 വയസ്സ് തികയുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും രാഷ്ട്രീയത്തിൽ അവസരങ്ങളുണ്ട് എന്നതാണ് ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാതിരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിഭാഗങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും DK ശിവകുമാർ പറയുന്നത് താൻ പലതവണ കോൺഗ്രസിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്, വിട്ടുവീഴ്ചകൾക്ക് താൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം നൽകിയത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തനിക്ക് കടുംപിടുത്തമില്ല, പാർട്ടിയാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് അദ്ദേഹം പറയുന്നു. താനും സിദ്ധരാമയ്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഒറ്റക്കെട്ടായുള്ള ഒരു നീക്കമാണ് ഉണ്ടാകുന്നത്. ഇതിൽ ആദ്യം വന്നിരുന്നൊരു സൂചന ചിലപ്പോൾ ഇവർ മുഖ്യമന്ത്രി സ്ഥാനം ആ കാലാവധിയിൽ 2.5 വർഷം അന്ന് പങ്കിട്ടെടുക്കാം. അതിലേക്ക് തന്നെയായിരുന്നു ഞാനും വരുന്നത്. അതായത് ഈ DK ശിവകുമാറിനെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ സംസ്ഥാനത്തിനെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ് DK. അങ്ങനെയാണെങ്കിൽ DK അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും തള്ളാൻ ഹൈക്കമാൻഡിനും MLA-മാർക്കും ഒന്നും സാധിക്കാത്തൊരു സാഹചര്യമാണ്. അതേപോലെ തന്നെ മറുവശത്ത് സിദ്ധരാമയ്യയുമുണ്ട്, രാഷ്ട്രീയ ചാണക്യനാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഈ 5 വർഷം അത് ഇരുവരും പങ്കിടാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഇല്ല, അത്തരമൊരു സാധ്യതയ്ക്ക് മുന്നിൽ കാണുന്നില്ല. DK ശിവകുമാർ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഈ പങ്കിട്ടെടുക്കൽ എന്ന രീതി പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിലൊക്കെ. കാരണം സ്വാഭാവികമായും ഈ 2.5 വർഷം ആദ്യം ലഭിക്കുന്നയാൾ 2.5 വർഷം കഴിയുമ്പോൾ പിന്നെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാത്ത ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചമാണ് എന്ന് കരുതി എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പിന്നെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ കർണാടകയിലും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഈ HD കുമാരസ്വാമി കർണാടകയുടെ മുഖ്യമന്ത്രിയാകുന്നത്
യെദ്യൂരപ്പയുടെ പിന്തുണയോടുകൂടി 2006 വന്നപ്പോൾ 20 മാസം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കാം എന്ന വ്യവസ്ഥയിലായിരുന്നു. പക്ഷേ 20 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല. അങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ മറ്റ് പലയിടങ്ങളിലും, അത് പ്രാദേശിക തലത്തിലുമുണ്ട്, സംസ്ഥാനത്തിൻ്റെ മറ്റ് പലപ്പോഴും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അങ്ങനെ 2.5 വർഷം പദവി എന്ന നിലപാടിലേക്കല്ല, സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുക എന്ന നിലപാടിലേക്ക് തന്നെയാണ് കോൺഗ്രസ് MLA-മാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ബഹുഭൂരിപക്ഷം MLA-മാരും ആ നിലപാടാണ്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ നിലപാടിന് കൂടുതൽ പിന്തുണ ലഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ശിവകുമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പാർട്ടി ആ നിലയ്ക്ക് കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സമ്മാനം എന്ത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് എന്ത് നൽകാൻ, ഈ പിറന്നാൾ ദിനത്തിൽ എന്ത് നൽകാൻ പോകുന്നു എന്ന ചോദ്യമാണ് ഇനി ഈ മീറ്റിംഗിന് ശേഷം ഉണ്ടാവുക. അതായത് ഇനിയും ഈ ആരാണ് ഈ ഒരു സസ്പെൻസ്, അത് എത്ര നേരം നിലനിൽക്കും, അല്ലെങ്കിൽ ദിവസങ്ങൾ എടുക്കുമോ, അല്ലെങ്കിൽ ഉടൻ ഉണ്ടാകുമോ, ആരാണ് കർണാടക ഭരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലെ തീരുമാനം അത് എത്ര വേഗമുണ്ടാകും മനു? അത് ഈ CLP ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ യോഗം തീരുന്നതോടുകൂടി, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ യോഗം തീരുന്നതോടുകൂടി അതൊരു ഒറ്റവരി പ്രമേയത്തിൽ ആ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. പിന്നീട് അത് ഹൈക്കമാൻഡിനെ കൂടെ അറിയിച്ച് ആയിരിക്കും ഒരു നിലപാടിലേക്ക് എത്തുക. അപ്പോൾ അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകും. ഇന്ന് ഏതായാലും ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകും, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ. അതേസമയം ഈ ഒക്കലിംഗ സമുദായം ഒരു സമ്മർദ്ദ തന്ത്രവുമായി എത്തിയിട്ടുണ്ട്. അവരിവിടെ ആദി ചുൻചുൻഗുരി മഠത്തിൽ അവർ യോഗം ചേരുന്നു, അവരുടെ സാമുദായിക നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആ സമ്മർദ്ദതന്ത്രമൊക്കെ എന്ത് തരത്തിൽ കോൺഗ്രസ് നേരിടും എന്നത് വളരെ ഇനി നിർണായകമാണ്. കാരണം ഒക്കലിംഗ സമുദായത്തിൻ്റെ പിന്തുണ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ വളരെ നിർണായകമാണ്. ഈ സമുദായത്തിൻ്റെ പിന്തുണ ജനതാദളിൽ നിന്ന് അടർത്തി മാറ്റാൻ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ വലിയൊരളവ് വരെ കഴിഞ്ഞു. അത് തുടർന്നും ആ നീക്കം തന്നെ കോൺഗ്രസ് നടത്തുകയും ചെയ്യും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഒക്കലിംഗ സമുദായത്തെ അങ്ങനെ പൂർണ്ണമായി അവരോട് വിയോജിച്ചുകൊണ്ട് ഒരു നീക്കത്തിന് കോൺഗ്രസ് തയ്യാറാകില്ല. പക്ഷേ അവരെ എങ്ങനെ അവരുമായി എങ്ങനെ ഒരു സമന്വയത്തിലെത്തും, അവരെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നൊക്കെയുള്ള വിഷയങ്ങൾ ആണ് ഇനി രാഷ്ട്രീയമായി കോൺഗ്രസിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി വരുന്നത്. ഏതായാലും ആ വിഷയത്തിലേക്ക് കോൺഗ്രസ് അടുത്ത ഘട്ടത്തിലായിരിക്കും കടക്കുക എന്നാണ് കരുതുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും DK ശിവകുമാറോ സിദ്ധരാമയ്യോ എന്ന ചോദ്യം എന്ന സസ്പെൻസ് ബാക്കി നിൽക്കുകയാണ്. മനു ഭരതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കർണാടകയിൽ മുഖ്യമന്ത്രിയെ വൈകാതെ തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. നിരീക്ഷകർ MLA-മാരെ കണ്ട ശേഷം അവരുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാകുമെന്നും ഖർഗെ പറഞ്ഞു. MLAs की राय सुनेंगे, उनकी बात सुनेंगे, उसके बाद हाईकमांड को रिपोर्ट देंगे और हाईकमांड निर्णय लेगा और उचित निर्णय लेगा. और इसको क्योंकि सरकार को हमको ठीक ढंग से चलाना है और सर्वसम्मति से ये बाहर निकले. പ്രാദേശിക വികാരത്തിൽ ഊന്നൽ നൽകിയുള്ള നീക്കം കൂടിയാണ് കർണാടകയിൽ കോൺഗ്രസിന്റെ വിജയം യാഥാർത്ഥ്യമാക്കിയത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഉത്തരേന്ത്യൻ രീതി പരീക്ഷിച്ചത് BJP-ക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. ನಾನು ಇಲ್ಲಿನ ಭೂಮಿ ಪುತ್ರ, ನೀನು ಗುಜರಾತ್ ಭೂಮಿ ಪುತ್ರ, ನಾನು ಕರ್ನಾಟಕ ಭೂಮಿ ಪುತ್ರ. ಅದಕ್ಕಾಗಿ ನಿಮಗೇನು ಸ್ವಾಭಿಮಾನದಿಂದ ಜನ ವೋಟ್ ಕೊಟ್ಟರು. ಈಗ ನನ್ನ ಬಾರಿ ಇದೆ, ನನ್ನ ಸರದಿ ಇದೆ. ನನ್ನ ಸರದಿ ಇದ್ದಾಗ ಕರ್ನಾಟಕ ಜನ ನನಗೆ ವೋಟ್ ಕೊಡ್ತಾರೆ ಹೊರತಾಗಿ ನಿಮಗೆ ಕೊಡೋದಿಲ್ಲ ಅಂತಕ್ಕಂಥದ್ದನ್ನು ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് കർണാടകത്തിൽ കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ സമീപനത്തിന്റെ നേർചിത്രമാണ്. രാജ്യത്തിന്റെ വൈജാത്യങ്ങളെ അംഗീകരിക്കാത്ത ഏകശിലാവാദം കർണാടകയിൽ വിലപ്പോകില്ല എന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലൂടെ സ്ഥിരീകരിച്ചു. സാമുദായിക സമവാക്യങ്ങളെ പരിഗണിക്കാതെ BJP ഉയർത്തിയ ഹിന്ദുത്വ കാർഡിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പാർട്ടിക്കായി. ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രധാനമായും ഉയർത്തിക്കാണിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വമാണ്. കോൺഗ്രസ് DK ശിവകുമാർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തെ കരുത്തുറ്റ മുഖമായി അവതരിപ്പിച്ചു. അമൂൽ നന്ദിനി വിവാദം പോലുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രാദേശിക വികാരങ്ങളെ കോൺഗ്രസ് ചേർത്തുപിടിച്ചു.
തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയവാദം പോലെ കർണാടക സ്വാഭിമാനം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ആയുധമാക്കി. അത് ഫലം കണ്ടു. BJP ആകട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും കർണാടക നേതൃത്വത്തിന്റെ അഭിപ്രായത്തിന് പരിഗണന നൽകിയില്ല. BS യെഡ്യൂരപ്പയുടെ നിർദ്ദേശങ്ങൾ പോലും BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് വെട്ടിത്തിരുത്തി. ലിംഗായത്ത് പ്രാധാന്യം അംഗീകരിക്കുന്നില്ലെന്ന പ്രതികരണവും വിനയായി. മോദി ഫാക്ടർ പ്രധാന രാഷ്ട്രീയ ആയുധമായി BJP ഉയർത്തിക്കാണിച്ചപ്പോൾ കന്നഡിഗരുടെ വികാരം മനസ്സിലാക്കി കോൺഗ്രസ് പ്രവർത്തിച്ചു. പ്രാദേശിക സാമുദായിക താൽപ്പര്യങ്ങൾക്ക് പരിഗണന നൽകിയുള്ള കോൺഗ്രസിന്റെ നീക്കം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നൽകി. ക്യാമറമാൻ ഹരികൃഷ്ണൊപ്പം മനു ഭരത്, ന്യൂസ് 18 ബംഗളൂരു. വളരെ വേഗം തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. കൊച്ചിയിൽ സമുദ്രാതിർത്തിയിൽ 15,000 കോടിയുടെ ലഹരി മരുന്ന് പിടിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി NCBയും ഇന്ത്യൻ നേവിയും. രക്ഷപ്പെട്ട 2 ബോട്ടുകൾ കണ്ടെത്താൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വ്യാപക പരിശോധനകളാണ് നടക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് മെറ്റാഫെറ്റമൈൻ, ഹെറോയിൻ, ഹാഷിഷ് ഓയിൽ തുടങ്ങി 2800 കിലോഗ്രാമിലധികം ലഹരി പദാർത്ഥങ്ങളുമായി 5 ബോട്ടുകളാണ് കൊച്ചിയിൽ സമുദ്രാതിർത്തിയിൽ എത്തിയത്. എന്നാൽ കേന്ദ്ര ഏജൻസികൾ ബോട്ടുകൾ നിരീക്ഷിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ലഹരി നിറച്ച 2 ബോട്ടുകൾ സാഹസികമായി രക്ഷപ്പെട്ടതായാണ് കണ്ടെത്തൽ. ഈ ബോട്ടുകളിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞതായും സംശയമുണ്ട്. പിടിയിലായ പാക് പൗരനൊപ്പമുണ്ടായിരുന്ന ലഹരികടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ ഈ ബോട്ടുകളിൽ രക്ഷപ്പെട്ടതായും NCB വൃത്തങ്ങൾ പറയുന്നു. കേരള തീരത്തുകൂടി ശ്രീലങ്ക ലക്ഷ്യമാക്കിയാണ് ബോട്ടുകൾ നീങ്ങിയതെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പാക് പൗരൻ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആഴക്കടലിൽ വെച്ച് തന്നെ ചെറിയാനങ്ങളിൽ പ്രാദേശിക ലഹരി സംഘങ്ങൾക്ക് ഇത് വീതം വെച്ച് നൽകുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നും സംശയമുണ്ട്. കേരളത്തിൽ നിന്നടക്കം ഈ രാജ്യാന്തര ലഹരി സംഘടനയിൽ ഉൾപ്പെട്ടവർക്ക് സഹായം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായി നടന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരിവേട്ടയിൽ ശ്രീലങ്കയുടെയും മാലദ്വീപിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൈമാറുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് അന്വേഷണം തുടരുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി ലഹരിക്കടത്തിന് കേരള ബന്ധമുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് NCB ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാർ സിംഗ്. ആദ്യമായാണ് NCB മദർഷിപ്പ് പിടികൂടുന്നത്. ഇന്ത്യയിലേക്കും മറ്റ് 2 രാജ്യങ്ങളിലേക്കും ലഹരി കടത്താനായിരുന്നു പദ്ധതി. ലഹരിക്കടത്തിന്റെ കേന്ദ്രം പാകിസ്ഥാനാണെന്നും തീവ്രവാദ സംഘങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണെന്നും സഞ്ജയ് കുമാർ സിംഗ് ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തീരത്ത് വലിയൊരു ലഹരിവേട്ട സംഭവിച്ചതിന് പിന്നാലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാർ സിംഗ് ചേരുകയാണ് ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം. സർ, വെൽക്കം. Thank you very much for inviting me to your show. Sir, where was this consignment heading? We intercepted a motherboat. See, the role of mothership is to carry huge load of drug consignment. It starts mainly from Pakistan or Iranian coast, and it carries usually more than 2 to 3 tons of drugs. And what it does is it stations itself at a safe location in deep sea, and smaller boats from various places including India, Sri Lanka or Maldives, they go to the mother boat and collect their share. So mothership was not supposed to move to a particular location. It was stationary, and smaller boats were supposed to go to it. Sir, what about the Pakistani citizen captured yesterday? Is he cooperating with the interrogations? Yes, so far he has confessed that this consignment came from Haji Salim network, and he is not aware about the boats which could have come from a particular place or particular country, because after positioning the boat, the message comes from the syndicate to whom the drugs have to be supplied. So they had not received the orders from the syndicate. So before they could get the orders, we could intercept this motherboat.
Okay, so what is the assumption of Narcotics Control Bureau regarding the origin of this huge consignment? It originated from Pakistan. From Pakistan, it was taken to Makran Coast, and from there, the drug moved in the sea. Sir, NCB captured this ship in the extreme south coast of India. So, how this mothership reached the Kerala coast after traveling such a long distance? Why should these cartels select the southernmost tip of India? That is my question. So, motherships generally look for a safe location or a safe point, and they station at that point, and then depending on the orders placed with the syndicate, the smaller boats from various places, whether it is India or Sri Lanka or Maldives, they go to mothership. So, we are not really sure whether drugs could have come to Kerala. It is definitely certain that part of the consignment would have come to India, but we are not sure that that it was meant for Kerala. Sir, do you think this consignment has any connection with any Keralites? No, we have not yet got any evidence that it was meant specifically for Kerala. It was according to our information, the part of the consignment could have come to India and India, Sri Lanka, and Maldives. Our investigation is underway, so we would try to find out where exactly in India this drug could have moved. Okay, how lethal, how dangerous is this methamphetamine? It is as lethal or as dangerous as cocaine or heroin. Methamphetamine is also manufactured in Afghanistan like heroin. The origin of methamphetamine is from Hydra plant. Hydra plant again is grown very widely widely in Afghanistan, and from Hydra plant ephedrine and pseudoephedrine are manufactured, and out of that methamphetamine is made. So methamphetamine is slowly taking over heroin as far as consumption of drug is concerned. My last question, sir, do you think any terror groups are linked with this consignment? Our investigation has just started. We will find out if any terror angle is involved in this. Thank you so much, sir. Thank you so much for joining with News 18. Thank you. Thank you very much. Thank you. കടൽമാർഗം കടത്തിക്കൊണ്ടുവരുന്ന ലഹരി മരുന്നുകൾ പിടിച്ചെടുക്കുന്നത് സമീപകാലത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, മുംബൈ തീരങ്ങളിലും കേരള തീരത്തുമാണ് ഏറ്റവും അധികം ലഹരിവേട്ടകൾ നടന്നിട്ടുള്ളത്. മിക്കതിന്റെയും വേരുകൾ നീളുന്നത് പാകിസ്ഥാനിലേക്കാണ്. രാജ്യവിരുദ്ധ ശക്തികളും ലഹരി മാഫിയയും കൈകോർത്ത് പ്രവർത്തിക്കുന്നതായാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. മാർച്ച് 25 300 കിലോ ഹെറോയിനുമായി പോവുകയായിരുന്ന ടെവിഹൻസി എന്ന ശ്രീലങ്കൻ ബോട്ട് കേരള തീരത്തിനടുത്ത് തീരസംരക്ഷണ സേന പിടികൂടിയിരുന്നു. പ്രതികളിൽ നിന്ന് 5 AK-47 തോക്കുകൾ, 1000 തിരകൾ എന്നിവയും കണ്ടെത്തി. ആയുധങ്ങളുമായി വിദേശ പൗരന്മാർ പിടിയിലായതിനാൽ കേസ് പിന്നീട് NIA ഏറ്റെടുത്തു. 2022 ഫെബ്രുവരിയിൽ ഗുജറാത്ത് തീരത്ത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും നേവിയും നടത്തിയ സംയുക്ത റെയ്ഡിൽ 760 കിലോഗ്രാം ലഹരിമരുന്ന് പിടികൂടി. അന്താരാഷ്ട്ര വിപണിയിൽ 2000 കോടി രൂപ വില വരുന്ന ലഹരിമരുന്നുകളാണ് അന്ന് പിടിച്ചത്. 529 കിലോ ഹാഷിഷ്, 234 കിലോ ക്രിസ്റ്റൽ രൂപത്തിലുള്ള മെതാംഫെറ്റാമിൻ, ഹെറോയിൻ എന്നിവ പിടിച്ചെടുത്തു. ഏപ്രിലിൽ വീണ്ടും ഗുജറാത്തിൽ കോടികളുടെ ലഹരിവേട്ട നടന്നു. കാൺലയിൽ നിന്നും 205.6 കിലോ ഹെറോയിനാണ് പിടികൂടിയത്. ഇത് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ജാഖവ് തുറമുഖത്ത് നിന്ന് 280 കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ചെടുത്തു. പാകിസ്ഥാൻ പൗരന്മാരുടെ അൽഹാജ് എന്ന ബോട്ട് തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്നുകൾ കണ്ടെത്തിയത്.
9 പാകിസ്ഥാൻ പൗരന്മാർ അന്ന് പിടിയിലായി. 2022 മെയ്യിൽ കൊച്ചി പുറംകടലിൽ 1000 കോടിയോളം വിലമതിക്കുന്ന ഹെറോയിൻ പിടികൂടി. 220 കിലോ ഹെറോയിനാണ് കോസ്റ്റ് ഗാർഡും റവന്യൂ ഇന്റലിജൻസും പിടിച്ചെടുത്തത്. അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിച്ച ഹെറോയിൻ കന്യാകുമാരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് സൂചന. ഒക്ടോബറിൽ കൊച്ചി, ഗുജറാത്ത്, മുംബൈ തീരങ്ങളിൽ വൻ ലഹരിവേട്ട നടന്നു. ഇന്ത്യൻ മഹാസമുദ്രം വഴി കടത്താൻ ശ്രമിച്ച 1200 കോടി രൂപ വില വരുന്ന 200 കിലോ ഹെറോയിനാണ് കേരള തീരത്ത് പിടിച്ചത്. 6 ഇറാൻ സ്വദേശികൾ അന്ന് അറസ്റ്റിലായി. ലഹരി കടത്തിയത് പാക് ലഹരി മാഫിയയ്ക്ക് വേണ്ടിയെന്ന് ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വീനാപ്പിൾ ഇറക്കുമതി എന്ന വ്യാജേന കൊണ്ടുവരികയായിരുന്ന 502 കോടി രൂപ വില വരുന്ന 50 കിലോ കൊക്കൈനാണ് മുംബൈയിൽ റവന്യൂ ഇന്റലിജൻസ് പിടിച്ചത്. 1476 കോടി രൂപയുടെ ലഹരിമരുന്ന് കടത്തിയതിന് റിമാൻഡിലായിരുന്ന കൊച്ചി അയ്യമ്പുഴ സ്വദേശി വിജിൻ വർഗീസിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അറസ്റ്റ് ചെയ്തിരുന്നു. ഹെറോയിനുമായാണ് പാകിസ്ഥാൻ ബോട്ട് ഗുജറാത്ത് തീരത്ത് പിടികൂടിയത്. അൽസാക്കർ എന്ന ബോട്ടിൽ നിന്ന് അന്താരാഷ്ട്ര വിപണിയിൽ 350 കോടി രൂപ മതിക്കുന്ന 50 കിലോഗ്രാം ഹെറോയിൻ കണ്ടെത്തി. ബോട്ടിലുണ്ടായിരുന്ന 6 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ മാർച്ചിലും ഗുജറാത്ത് തീരത്ത് 425 കോടിയുടെ ഹെറോയിൻ പിടിച്ചു. ഈ കേസുകളിലെല്ലാം അന്വേഷണം നീളുന്നത് പാകിസ്ഥാൻ ലഹരി മാഫിയയിലേക്കാണ്. കേരളവും അവരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണെന്നാണ് സമീപകാലത്തെ ലഹരിവേട്ടകൾ സൂചിപ്പിക്കുന്നത്. തീർത്തും ആശങ്കാജനകമാണ് ഈ വസ്തുതകൾ. തീരദേശത്തടക്കം പരിശോധനകൾ വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. തിരികെ വാർത്തയിലേക്ക്. കൊച്ചിയിൽ പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയ 2 ഉല്ലാസ ബോട്ടുകൾ പിടിച്ചെടുത്തു. 2 ബോട്ട് ജീവനക്കാരെയും പിടികൂടി. മറൈൻ ഡ്രൈവിൽ പ്രവർത്തിച്ചിരുന്ന സെന്റ് മേരീസ്, സന്ധ്യ എന്നീ ബോട്ടുകളാണ് പിടികൂടിയത്. നവമി ദിനേശ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഈ താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനുവദിച്ചതിൽ കൂടുതൽ ഒരാളെ, അല്ലെങ്കിൽ പരിധിയിൽ കൂടുതൽ ഒരാളെ പോലും ബോട്ടുകളിൽ യാത്രയിൽ കയറ്റാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ അടക്കം കർശന നിർദ്ദേശം നിലനിൽക്കുകയാണ്. ഇപ്പോൾ 2 ബോട്ടുകൾ കൂടുതൽ ആളുകളെ കയറ്റി യാത്ര പോയത്. ഈ ബോട്ടുകളാണ് പിടികൂടിയതെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും ഭവ്യ, താനൂരിലെ 22 പേരുടെ മരണം നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ഒരു ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോട്ട് യാത്രകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിനിടെയാണ് കൊച്ചി മറൈൻ ഡ്രൈവിലടക്കം സുരക്ഷ ശക്തമാക്കിയിരുന്നത്. ഇപ്പോൾ 13 പേരുമായി പോകാവുന്ന ബോട്ടിൽ 36 പേരെ കടത്തിയാണ് യാത്ര ചെയ്തിരുന്നത്. സെന്റ് മേരി, സന്ധ്യ എന്നീ 2 ബോട്ടുകളാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സെൻട്രൽ പോലീസാണ് ബോട്ട് പിടികൂടിയത്. ബോട്ടുകളുടെ സ്ട്രാങ്കുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. ഇവരുടെ ലൈസൻസ് റദ്ദാക്കുക എന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലും മറൈൻ ഡ്രൈവിലും ശക്തമായ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സിറ്റി പോലീസ് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ശക്തമായ പരിശോധന ഇത്തരത്തിൽ നടക്കുമ്പോഴാണ് നിയമലംഘനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴുള്ള ഈ അറസ്റ്റ്. അതായത് നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ താനൂർ അപകടവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള അന്വേഷണം, ബോട്ട് യാത്രകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുടനീളം നടന്നുവരുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നവമി സൂചിപ്പിച്ചു, മറൈൻ ഡ്രൈവിലടക്കം പരിശോധനകൾ നടന്നിരുന്നു. ഇപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ പരിശോധനകൾ നടക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നു എന്നതിലേക്ക് തന്നെയല്ല ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. നവമി, തീർച്ചയായും ഭവ്യ, ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോ നിർദ്ദേശത്തിന് ശേഷം ഓരോ ബോട്ടുകൾ യാത്ര തുടങ്ങുമ്പോഴും കർശനമായ നിർദ്ദേശങ്ങൾ പാലിച്ച് അളവിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പരിശോധിച്ച് കർശനമായ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബോട്ട് അപകടം കഴിഞ്ഞ സമയങ്ങളിൽ കർശനമായ പരിശോധന എല്ലാ ബോട്ട് ജെട്ടികളിലും നടന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വീണ്ടും ഇത്തരം ഒരു നിയമലംഘനം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 13 പേരിൽ കയറാവുന്ന ബോട്ടിൽ ഇപ്പോൾ 36 പേരെ ആണ് ഉൾക്കൊള്ളിച്ച് ഇത് ഉല്ലാസ യാത്ര നടത്തിയിരുന്നത്. നമുക്കറിയാം, ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. ഒരുപാട് ആളുകൾ കായൽ തീരങ്ങളിലും കടൽ തീരങ്ങളിലും ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവധി ദിവസങ്ങളായതുകൊണ്ടായിരിക്കും, നല്ല തിരക്ക് കാരണമാണ് ഇവർ ഇത്തരം ഒരു നിയമലംഘനത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ മറൈൻ ഡ്രൈവിലെ ഈ ഒരു മറൈൻ ഡ്രൈവിലും
ഫോർട്ട് കൊച്ചിയിലും ഇപ്പോഴും കർശനമായ പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് 2 ബോട്ടുകൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം താനൂർ ബോട്ട് ദുരന്തത്തിൽ 21ഓളം ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിന്റെ ഒരു വേദന ഇതുവരെ മാറിയിട്ടില്ല. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് നടപടികളായിരിക്കും ഈ 2 ബോട്ടുകൾക്കും ബോട്ടുടമകൾക്കുമെതിരെ അല്ലെങ്കിൽ ബോട്ട് ഡ്രൈവർക്കുമെതിരെ എടുക്കാനുള്ള സാധ്യതയുള്ളത്? കാരണം അവർക്കെതിരെയുള്ള നടപടിയായിരിക്കും മറ്റ് ബോട്ട് ഉടമകൾക്കടക്കം വലിയൊരു പാഠമാകുന്നത്. ഭവ്യ, ഇപ്പോൾ സെന്റ് മേരി, സന്ധ്യ എന്നീ 2 ബോട്ടുകളിലെ റാങ്കുകളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവർ നിലവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ വീണ്ടും കർശന പരിശോധന നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി. കൊച്ചിയിൽ പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയ 2 ഉല്ലാസ ബോട്ടുകൾ പിടിച്ചെടുത്തു. 2 ബോട്ട് ജീവനക്കാരെയും പിടികൂടിയിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ പ്രവർത്തിച്ചിരുന്ന സെന്റ് മേരീസ്, സന്ധ്യ എന്നീ ബോട്ടുകളാണ് പിടികൂടിയത്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപിന് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല. പെരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ് ജയിലിലെത്തി സ്ഥിരീകരിച്ചത്. പോലീസും ഡോക്ടർമാരും ചേർന്ന് ഉപദ്രവിക്കുന്നതായി തോന്നിയപ്പോഴാണ് ആക്രമിക്കാൻ തീരുമാനിച്ചതെന്നും ലക്ഷ്യം വെച്ചത് പുരുഷ ഡോക്ടറെയെന്നും സന്ദീപ് ജയിൽ സൂപ്രണ്ടിനോട് ഏറ്റുപറഞ്ഞു. കൊലപാതകത്തിന്റെ 4ാം നാളായ ശനിയാഴ്ച സന്ദീപ് സാധാരണ അവസ്ഥയിലായിരുന്നു. പരസ്പരവിരുദ്ധ സംസാരവും വിഭ്രാന്തിയുമില്ല. അതോടെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി പരിശോധിച്ചു. മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമോ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. അതിനാൽ സന്ദീപ് പ്രകടിപ്പിച്ച വിഭ്രാന്തി ലഹരിയുടെ അമിത ഉപയോഗം കൊണ്ടാവാമെന്ന നിഗമനത്തിലാണ് ജയിൽ ഉദ്യോഗസ്ഥർ. സന്ദീപ് സാധാരണ നിലയിലായതോടെ ജയിൽ സൂപ്രണ്ട് സത്യരാജിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കുറ്റബോധമോ കാര്യമായ പശ്ചാത്താപമോ ഇല്ലാതെ സന്ദീപ് കാര്യങ്ങൾ വിശദീകരിച്ചത് ഇങ്ങനെ: നാട്ടുകാരിൽ ചിലർ പിന്തുടർന്ന് ഉപദ്രവിക്കാനെത്തുന്നുവെന്ന തോന്നലായിരുന്നു തനിക്ക്. അതിനാലാണ് പോലീസിനെ വിളിച്ചത്. ആദ്യം പോലീസ് എത്തിയപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിച്ചിരുന്നു. അവർ പോയ ശേഷം വീണ്ടും വിളിച്ചു വരുത്തി. ആശുപത്രിയിലെത്തി പരിശോധിക്കുന്നതിനിടെ അവിടെയുള്ളവരുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. അവരും തന്നെ ഉപദ്രവിക്കും എന്ന് തോന്നിയതോടെയാണ് കത്തിയെടുത്തത്. പുരുഷ ഡോക്ടറെ ഉപദ്രവിക്കാനായിരുന്നു ശ്രമമെന്നും വന്ദനയെ ലക്ഷ്യം വെച്ചില്ലെന്നുമാണ് ഏറ്റുപറച്ചിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ വാങ്ങിയെന്നും സമ്മതിച്ചു. രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണോ ഈ മൊഴികളെന്ന് ജയിൽ വകുപ്പ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡോക്ടർ വന്ദനയെ അക്രമിയിൽ നിന്നും രക്ഷിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്ന് സഹപ്രവർത്തകനായ ഡോക്ടർ. അക്രമിയെ കീഴ്പ്പെടുത്തുകയോ ഡോക്ടറെ രക്ഷപ്പെടുത്തുകയോ ചെയ്യാൻ സാധിക്കാത്തതിൽ പോലീസിനൊപ്പം കൂടെ ജോലി ചെയ്തവർക്കും പിഴവ് സംഭവിച്ചെന്ന് ഡോക്ടർ അനിൽകുമാർ തുറന്നു പറയുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയപ്പോൾ പോലീസ് ഓടിയൊളിക്കുകയാണ് ചെയ്തത്. സുരക്ഷാ ജീവനക്കാർ ആശുപത്രി വളപ്പിലുണ്ടായിട്ടും ഇടപെടാത്തത് ദുഃഖകരമാണെന്ന് സഹപ്രവർത്തകനായ ഡോക്ടർ അനിൽകുമാർ പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ ആയോധന കലകൾ പഠിച്ചവരല്ല. എന്നാൽ ആയുധ പരിശീലനം ലഭിച്ച പോലീസുകാർ സംരക്ഷണം നൽകണമായിരുന്നു. ഇവിടെ ജോലി ചെയ്ത ജീവനക്കാർക്ക് ആയോധന കല പഠിച്ചവരല്ല. അവർക്ക് ഈ ഇത്തരം ബഹളം ഉണ്ടാകുന്ന രോഗികളെ കീഴ്പ്പെടുത്താനുള്ള മാർഗം അറിയില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. പക്ഷെ പോലീസിന് അങ്ങനെയില്ല. അവർ ഈ പരിശീലനം കിട്ടിയവരാണ്. കള്ളനെയും കൊലപാതകളെയൊക്കെ കീഴ്പ്പെടുത്താൻ പരിശീലനം കിട്ടിയവരാണ്. അപ്പോൾ അവരാണ് ചെയ്യേണ്ടിയിരുന്നത്. അവരും പേടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാരും സ്വന്തം കാര്യമാണ് നോക്കിയതെന്നും ഡോക്ടർ അനിൽകുമാർ കുറ്റപ്പെടുത്തി. ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി നഗരസഭാ ചെയർമാൻ പോലും സമ്മതിച്ചതായി ജനപ്രതിനിധികളും പറയുന്നു. ഇത്രയും വലിയ പ്രശ്നബാധിതമായി കാഷ്വാലിറ്റി വലിയ അപകടകരമായ സാഹചര്യത്തിൽ ആളുകളെ കൊണ്ടുവരുന്നത് മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ ഉണ്ടായ വീഴ്ച കൂടിയാണ് ആ ഒരു ഡോക്ടറുടെ ജീവൻ പൊലിയുന്നതിന് കാരണമായത്. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. കൊലപാതകത്തിന് പിന്നാലെ ആശുപത്രിയിൽ സുരക്ഷ ശക്തമാക്കി. പോലീസ് സേവനവും ആശുപത്രി സേവനവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച സുരേഷ് ഗോപി. മുഖ്യമന്ത്രിയോട് ചിലത് പറയാൻ കുടുംബം ചുമതലപ്പെടുത്തിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ച കാര്യങ്ങൾ അറിയിക്കും. കുഞ്ഞ് നഷ്ടപ്പെടുന്ന വേദന പറഞ്ഞറിയിക്കാനാകില്ല. സാമൂഹിക ശുദ്ധീകരണം അനിവാര്യമാണെന്നും സമൂഹം ചില തിരുത്തലുകൾ വരുത്തേണ്ടിയിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വന്ദനയുടെ അമ്മ വസന്തകുമാരിയുമായും സുരേഷ് ഗോപി പ്രത്യേകം സംസാരിച്ചു. സുരേഷ് ഗോപിയോട് സംസാരിക്കണമെന്ന് വസന്തകുമാരി ആവശ്യപ്പെടുകയായിരുന്നു. മറ്റ് നേതാക്കളെ ആരെയും കാണാൻ വന്ദനയുടെ അമ്മ തയ്യാറായിരുന്നില്ല.
മുഖ്യമന്ത്രിയെ ഒന്ന് ഞാൻ കാണണം എന്നാണ് അത്യാവശ്യമായി അവർ പറയുന്നത്. അവർക്ക് ചില അങ്കലാപ്പുകളുണ്ട്. അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ശ്രമിക്കുന്നുണ്ട്. തകർന്നിരിക്കുന്നവരല്ലേ അവര്, എന്ത് പറഞ്ഞാലും നമുക്ക് കേട്ടു നിൽക്കാനേ പറ്റൂ. ഒരു കുഞ്ഞൊക്കെ നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്ന് പറയുന്നത് ഒന്ന്, അങ്ങനെ അങ്ങ് പിടിച്ചു പറിച്ചെടുത്ത ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അവശേഷിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയതിനെ കുറിച്ചൊക്കെ അവർക്ക് വലിയ വിഷമത്തിനും സങ്കടത്തിനും ഒക്കെ അത് എത്രയോ മടങ്ങ് ഇരട്ടിയാവും അല്ലേ ആ ദുഃഖം. മദ്യപിച്ച് ലക്കുകെട്ട പ്രതി ആക്രമിക്കുമെന്ന ഭയത്താൽ വൈദ്യപരിശോധന നടത്താനാവില്ലെന്ന് അറിയിച്ച ഡോക്ടർമാർ. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച അയത്തിൽ സ്വദേശി വിഷ്ണുവിനെ പരിശോധിക്കുന്നതിൽ നിന്നാണ് ഡോക്ടർമാർ പോലീസിനോട് വിസമ്മതം അറിയിച്ചത്. 3 പോലീസുകാർ ചേർന്നാണ് കൈവിലങ്ങണിയിച്ച് പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി. പോലീസുകാർ വിഷ്ണുവിനെ ബലമായി പിടിച്ചു നിർത്തുകയായിരുന്നു. എന്നാൽ പരാതി നൽകാൻ ഡോക്ടർമാർ തയ്യാറായില്ല. തിരികെ സ്റ്റേഷനിൽ എത്തിച്ച വിഷ്ണുവിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷം ജാമ്യം നൽകി ഭാര്യയ്ക്കൊപ്പം വിട്ടയച്ചു. ഒരിടവേള കൂടി. തിരികെ വാർത്തയിലേക്ക്. അടൂർ കോഴിക്കൽ വടക്കേതിൽ അന്നമ്മ മാത്യു അന്തരിച്ചു. സംസ്കാരം നാളെ രാവിലെ 11-ന് അടൂർ തിരുഹൃദയ മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കും. ന്യൂസ് 18 കേരളം കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ പി ജസ്മസ് മരുമകനാണ്. അതിതീവ്ര ചുഴലിക്കാറ്റായി ബംഗ്ലാദേശിനും മ്യാൻമറിനും മധ്യേ കരതൊട്ട മോഖയുടെ ശക്തി കുറഞ്ഞതായി റിപ്പോർട്ട്. കരതൊട്ട ശേഷം കരുത്തു കുറഞ്ഞ മോഖ തീവ്ര ചുഴലിക്കാറ്റായി മാറി. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബംഗ്ലാദേശിലെ കോക്കസ് ബസാറിനും മ്യാൻമറിനുമിടയിൽ ചുഴലിക്കാറ്റ് പ്രവേശിച്ചത്. 210 കിലോമീറ്റർ തീവ്രതയിലാണ് കരതൊട്ട കാറ്റിൽ. വ്യാപക നാശനഷ്ടമാണ് മ്യാൻമറിൽ ഉണ്ടായത്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കെടുതിയിൽ മ്യാൻമറിൽ 3 പേർ മരിച്ചു. കനത്ത മഴയാണ് തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. നിലവിൽ കാറ്റിന്റെ വേഗത 150 കിലോമീറ്ററാണ്. ഇന്ത്യയിൽ ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് അതീവ ജാഗ്രതയുള്ളത്. പശ്ചിമബംഗാളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയടക്കം സജ്ജമാണ്. കോസ്റ്റ് ഗാർഡും വിവിധ സംസ്ഥാനങ്ങളിൽ സജ്ജമായിട്ടുണ്ട്. ത്രിപുരയിലും അസമിലുമടക്കം ശക്തമായ മഴ ജാഗ്രതയുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ നോക്കാം. സ്വർണം ഗ്രാമിന് 5655 രൂപ, പവന് 45,240 രൂപ, വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോയ്ക്ക് 79,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,988 രൂപ, ഔൺസിന് 1,24,041 രൂപ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.